ചൊവ്വന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസിൽ വ്യാജരേഖ ചമച്ച സാമ്പത്തിക തട്ടിപ്പും തിരിമറിയും നടത്തിയതായി ആരോപിച്ച് വെൽഫെയർ പാർട്ടി കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കൃഷി ഓഫീസിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നതായി കഴിഞ്ഞ ദിവസം ഓഡിറ്റ് റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നു. സഹപ്രവർത്തകരുടെ പേരിൽ വ്യാജ ഒപ്പിട്ട് ബില്ലുകൾ സമർപ്പിച്ചു എന്നതടക്കം ഗുരുതര ആക്ഷേപങ്ങൾ റിപ്പോർട്ടിലുണ്ട്. 2.5 ലക്ഷം രൂപയുടെ ക്രമക്കേടാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ക്രമക്കേടിന്റെ വിവരങ്ങൾ വിജിലൻസിനെയോ പോലീസിനെയോ അധികൃതർ അറിയിച്ചിട്ടില്ല. പ്രതിഷേധ മാർച്ച് വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം MA കമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ കുറെ കാലങ്ങളായി ഈ കൃഷി വകുപ്പിന്റെ കീഴിൽ ചൊവ്വന്നൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ കീഴിൽ നടക്കുന്ന ഇന്ന പദ്ധതി കൊണ്ട് വൗച്ചർ എഴുതി കപ്പിട്ട് പ്രഷർ കബളിപ്പിച്ച് ഈ നാട്ടിലെയും പറ്റിച്ച് നടക്കുന്ന അഴിമതിക്കഥ പുറത്തു വരിക എന്ന ലക്ഷ്യം കൂടി തന്നെയാണ്. നമുക്കൊക്കെ അറിയാം, ഇങ്ങനെ ഒരു വികസന വകുപ്പ് ഈ നാട്ടിലെ കർഷകരെ രക്ഷിക്കാനാണെന്ന വ്യാജ പേരിൽ അവരെയും കബളിപ്പിച്ചുകൊണ്ട് ഇവിടെ നടക്കാത്തതായ പദ്ധതികൾ എഴുതി ഒപ്പിട്ട് ട്രഷറിയെ കബളിപ്പിച്ചും ഇനിയുള്ള ആളുകൾ മുന്നോട്ട് പോകാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പ്രതിഷേധ പരിപാടി ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K. അനീസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ഷമീറ നാസർ, MH റഫീഖ്, MN സലാഹുദ്ദീൻ, അബ്ദുൾ ഹൈ, താജുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ക്രമക്കേടുകൾക്കെതിരെ കഴിഞ്ഞ ദിവസം വെൽഫെയർ പാർട്ടി മണ്ഡലം സെക്രട്ടറി MA കമറുദ്ദീന്റെ നേതൃത്വത്തിൽ വിജിലൻസിന് പരാതി നൽകിയിരുന്നു. കൃഷി ഓഫീസിൽ സംഘടിപ്പിച്ച ശില്പശാലയ്ക്കും മറ്റും ചെലവായതായി സമർപ്പിച്ച ബില്ലുകളിൽ ഒപ്പ് വ്യാജമാണെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. പരിശോധനാ സമയത്ത് ഇക്കാര്യത്തിൽ വിശദീകരണം മറുപടി ലഭിച്ചില്ല. ലഭിച്ച സേവനങ്ങളുടെ പേരിൽ വ്യക്തികൾക്ക് കൈമാറേണ്ട തുകകൾ അധികൃതർ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയതായും ആക്ഷേപമുണ്ട്. നടക്കാത്ത യോഗങ്ങളുടെ പേരിൽ വൗച്ചർ പാസാക്കിയെടുത്തെന്നും റിപ്പോർട്ടിലുണ്ട്. പരിശീലന പരിപാടികൾ, ക്ലാസുകൾ എന്നിവ സംഘടിപ്പിച്ചതിന്റെ മറവിലാണ് ഏറെയും ക്രമക്കേടുകൾ. വ്യാജ ബില്ലുകൾ ട്രഷറിയിൽ സമർപ്പിച്ച് തുക പാസാക്കിയെടുത്തത് ക്രിമിനൽ കുറ്റമാണെന്നതിനാൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും പാർട്ടി ആവശ്യപ്പെട്ടു.